ലോകത്തിന്റെ മുമ്പിലേക്ക് പ്രകാശം പോലെ മഹാനായ അബൂ ഹുറൈറ നിയലായി സഞ്ചരിച്ച അബൂ ഹുറൈറ മഹാനവറുകൾ പറയുകയാണ്, ഹബീബായ പ്രവാചകനോട് വസിയത്ത് ചെയ്തു. ഹബീബായ പ്രവാചകനോട് വസിയത്ത് ചെയ്തു. ഔസാനി ഖലീലി, എന്റെ ഖലീൽ, എന്റെ കൂട്ടുകാരനായ മഹാനായ ഹബീബായ മുത്തുനബി എന്നോട് കൽപ്പിച്ചതെന്നറിയോ? മൂന്ന് കാര്യങ്ങളെ കൊണ്ടാ. ഒന്നെന്തെന്നറിയോ? സിയാമി സലാസതി, 3 ദിവസം നോമ്പനുഷ്ഠിക്കണേ. സലാസതി അയ്യാം, മാസത്തിൽ 3 ദിവസമെങ്കിലും നോമ്പനുഷ്ഠിക്കുക. മാസത്തിൽ 3 ദിവസമെങ്കിലും നോമ്പനുഷ്ഠിക്കുക. 2 റക്അത്ത് ദുഹാ നിസ്കരിക്കണേ. ഉറങ്ങുന്നതിന് മുമ്പ് വിത്റും നിസ്കരിക്കണേ. വിഷമങ്ങൾ മാറാ, സങ്കടങ്ങൾ മാറാ, ഏകനായ റബ്ബിലേക്ക് അടുക്കാൻ ആരാരുമില്ലാതെ എല്ലാവരും ജോലി ചെയ്യുമ്പോ രാവിലത്തെ സുബഹി നിസ്കാരം കഴിഞ്ഞ് സൂര്യോദയം സൂര്യൻ ഉദിച്ചുയർന്നു കഴിഞ്ഞാൽ നിസ്കരിക്കാനുള്ള ഏറ്റവും സുന്ദരമായ നിസ്കാരം ദുഹാ നിസ്കാരം. ആ നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ സ്വർഗ്ഗത്തിലൊരു ബാബുണ്ട്, ഒരു വാതിലുണ്ടെന്ന് ഹബീബായ റസൂലുള്ളാഹി. യുഖാലു ലഹു ദുഹാ, അതിന്റെ പേര് ദുഹയാണ്. അല്ലാഹുവേ, അതിലൂടെ കടക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഈ മനോഹരമായ വീരാനൂരി ഉപ്പാപ്പയുടെ നാമോത്തിലുള്ള ഈ മഹത്തമേറിയ ഇസ്ലാമിക് കോംപ്ലക്സിലെ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ അഗതി അനാഥ മന്ദിരത്തിലെ പിഞ്ചോമന പൈതങ്ങളുടെ കൂടെ ഇരുന്നു കൊണ്ട് സലാമും ബൈത്തുകളൊക്കെ ചൊല്ലിയിട്ട് അല്ലാഹുവിലേക്ക് അടുക്കണമെന്ന ആഗ്രഹത്തോടുകൂടെ വന്ന ഉമ്മ, എന്തേ ഈ സ്ഥാപനത്തിൽ വന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയതെന്ന് ചോദിച്ചാ, എന്തേ ഈ ഉസ്താദിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ സ്വലാത്തിൽ വന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയതെന്തെന്ന് ചോദിച്ചാ, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വസിയത്ത് ചെയ്ത ഈ 3 വസിയത്തുകൾ ജീവിതത്തിൽ പകർത്തുക. ഉറങ്ങുന്നതിന് മുമ്പ് 1 റക്അത്തെങ്കിലും വിത്ർ നിസ്കരിച്ചുറങ്ങുക. രാവിലെ പ്രഭാതം കഴിഞ്ഞ് എന്റെ പ്രിയപ്പെട്ടവരെ, സൂര്യൻ ഉദിച്ചുയർന്നാൽ 2 റക്അത്ത് ദുഹാ നിസ്കരിക്കുക. ഇതുകൊണ്ട് അവൻ ഉദ്ദേശിക്കുന്നതിനും അപ്പുറമുള്ള ഖൈറാത്തുകൾ ലഭിക്കും. ഒട്ടനവധി അനുഭവങ്ങളാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അടുത്ത സ്വലാത്ത് പറയാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള